യെസ്, ജിഷ കൊലപാതകം 7 ദിവസം പിന്നിടുമ്പോൾ അന്വേഷണ സംവിധാനങ്ങൾ പ്രവർത്തിച്ചത് ഏതു തരത്തിൽ, പ്രവർത്തിക്കുന്നത് ഏതു തരത്തിൽ? വിമർശനമല്ല, വിലയിരുത്തലാണ് ഓരോ സന്ദർഭങ്ങളെക്കുറിച്ചും. അതിഥികളിലേക്ക് എത്താം. ന്യൂസ് ആൻഡ് വ്യൂസിൽ പെരുമ്പാവൂർ ജിഷ കൊലപാതകം. അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, KPCC ജനറൽ സെക്രട്ടറി. സജീവ് ജോസഫ്, ജിഷ കൊലപാതകം കേരളം അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ചർച്ചയിൽ താങ്കളെ കൂടാതെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫായി, T പാർവതി താങ്കൾക്ക് ഏറ്റവും സുപരിചിതയായിരിക്കും, സാമൂഹ്യ പ്രവർത്തക, അതോടൊപ്പം തന്നെ സൈക്കാട്രിക് പ്രൊഫസർ ഡോക്ടർ ജയപ്രകാശ്, മുൻ SP ജോർജ് ജോസഫും. എനിക്ക് പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് സജീവ് ജോസഫിനോട് പറയാനുള്ളത്, ഈ ചർച്ച ഒരുപക്ഷെ വിമർശനത്തിൻ്റെ എന്നുള്ള വാക്ക് ഏതെങ്കിലും ഘട്ടങ്ങളിൽ വരികയാണെങ്കിൽ അതിനെ വിമർശനമായി താങ്കൾ കാണരുത്, വിലയിരുത്തലാകാമല്ലോ അല്ലേ ഏത് സന്ദർഭത്തെയും. കാരണം പെരുമ്പാവൂർ കൊലപാതകം നടന്ന് ഇന്ന് 7-ാം ദിവസം, അങ്ങനെയാണല്ലോ ജോർജ് ജോസഫ്, 7-ാം ദിവസം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇനി ഒരു സഹതാപത്തിൻ്റെ തരംഗമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദമല്ല ഒരു മാധ്യമ ചർച്ചയിൽ ആവശ്യം. നീതി പുലർത്തേണ്ടവർ നീതി പുലർത്തിയോ? വിമർശനമല്ല സജീവ് ജോസഫ്, വിലയിരുത്തൽ. അഭിപ്രായ വ്യത്യാസം താങ്കൾക്കുണ്ടോ വിലയിരുത്തൽ എന്ന പദത്തോട്? അല്ല, ഉണ്ടോ? ഇവിടെ നിങ്ങളുടെ ചോദ്യം തന്നെ വളരെ ഒരു മുൻധാരണയോടുകൂടിയുള്ള ചോദ്യമാണ്. ആ വിലയിരുത്തൽ എന്ന പദത്തെയും അംഗീകരിക്കുന്നില്ല. ഇല്ല, ഇവിടെ ജിഷയുടെ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ എന്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് താങ്കളോട്. ആ വിലയിരുത്തൽ എന്ന വിഷയത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതിനോട് എതിർപ്പുണ്ടോ? വിലയിരുത്തൽ എന്ന ആ പദത്തോട്. ഞാൻ വിമർശനം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, വിലയിരുത്തൽ. ഇവിടെ വിമർശനമല്ല വേണ്ടത്, ഒരു വിലയിരുത്തലല്ല വേണ്ടത്. ഇവിടെ ഇപ്പോൾ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ആവശ്യം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പറയുന്നു, ജിഷയ്ക്ക് നീതി ലഭ്യമാക്കണം, അല്ലേ സജീവ് ജോസഫ്? യെസ്, 7 ദിവസമായിട്ടും ജിഷയ്ക്കല്ല, കൊല്ലപ്പെട്ട, അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട ഒരു സ്ത്രീക്ക് എന്ത് നീതിയാണ് ഈ 7-ാം ദിവസവും ഭരണകൂടം അല്ലെങ്കിൽ ആ നീതി നിർവഹിക്കപ്പെടേണ്ടവർ നൽകിയത്? ജോർജ് ജോസഫ്, വിമർശനം എന്ന പദം ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. ആ ശക്തികളുടെ പ്രവർത്തനം വിലയിരുത്തേണ്ടതുണ്ട്. ആ വിലയിരുത്തലിലേക്ക് വരാം. പെരുമ്പാവൂർ ജിഷ കൊലപാതകം ഇന്ന് 7-ാം ദിവസം അത് ചർച്ചയിലേക്ക് വരുമ്പോൾ 7 ദിവസമാകുന്നു ജിഷ കൊല്ലപ്പെട്ടിട്ട്. മുൻ SP ജോർജ് ജോസഫ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഏതൊരു കൊലപാതകത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്, ശരിയാണല്ലോ? അവിടെ നിന്നാണ് അന്വേഷണത്തിന്റെ പ്രതികളിലേക്കുള്ള എല്ലാ സൂചനകളും വിലയിരുത്തലുകളുമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് പോകുന്നത്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ താങ്കളും വായിച്ചിട്ടുണ്ടാകണം, പക്ഷെ പ്രേക്ഷകരും അറിയുന്നുണ്ടെങ്കിൽ ഈ ചർച്ചയുടെ ഒരു സ്വഭാവത്തിലേക്ക്. 38 മുറിവുകൾ ജിഷയുടെ ശരീരത്തിൽ, 13 സെന്റിമീറ്റർ ആഴത്തിലുള്ള 3 മുറിവുകൾ കഴുത്തിലും നെഞ്ചിലും. ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വാദഗതി സൂചനകളായി നിലനിൽക്കുമ്പോഴും അതിന്റെ ഫർദർ വെർഷൻ നമുക്ക് DNA ടെസ്റ്റും അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയുടെ റിപ്പോർട്ടും വരണം. അപ്പോൾ പോലീസ് പറയുന്ന ആ വെർഷനെ നാം സൂചനകളായി നിലനിർത്തുന്നു. ബാക്കിയാണ് എനിക്ക് താങ്കളിൽ നിന്ന് കിട്ടാനുള്ളത്. 13 സെന്റിമീറ്റർ ആഴത്തിലുള്ള 3 മുറിവുകൾ കഴുത്തിലും നെഞ്ചിലും, മൊത്തം 38 മുറിവുകൾ. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആയിരിക്കാം ക്രൂരമായ കൊലപാതകമുണ്ടായത്, മുറിവുകൾ വരുത്തിയത്. ബലാത്സംഗത്തിനിരയായിട്ടുണ്ട്, അതിക്രൂരമായി. നിയമപരമായി ഈ കൊലക്കേസുകൾ അതിക്രൂരമെന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബ്രൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇന്ന് 7-ാം ദിവസം നാം കണക്കാക്കുമ്പോൾ എത്ര പേരുടെ സാന്നിധ്യം ജിഷ മരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള താങ്കൾ ഒരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുമാനം, അതാണ് എനിക്ക് ആദ്യം വേണ്ടത്. ഇതൊരു എക്സലന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്നാന്നറിയോ, പോലീസിന് വലിയൊരു ഫെയ്റ്റലായ ഒരു തെറ്റ് പറ്റിപ്പോയി. കാരണം റേപ്പ് ആൻഡ് മർഡർ ആണോ, മർഡർ ആൻഡ് റേപ്പ് ആണോ? ഇത് വളരെ വൈറ്റലാണ് ഈ കേസിനകത്ത്. അപ്പോൾ ഇതിനകത്ത് മോട്ടീവ്, എന്തിനാണ് അവിടെ ആൾ വന്നത്? മോഷണത്തിനാണോ വന്നത്? ജിഷയെ റേപ്പ് ചെയ്യാനാണോ വന്നത്? ജിഷയെ കൊല്ലാനാണോ വന്നത്? ഇത് പോലീസ് എത്തണം എങ്കിൽ അതാണ് മോട്ടീവ്. അപ്പോൾ ഇതിനകത്ത് മോട്ടീവ് എന്താണെന്ന് പോലീസ് ഫിക്സ് ചെയ്തിട്ടില്ല. റീകൺസ്ട്രക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് അത് ശരിക്കും വിലയിരുത്തിയെങ്കിൽ മാത്രമേ ഈ കേസ് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുതന്നെ ഒരു അന്വേഷണവും ചോദിച്ചാൽ ഒരു വെറ്ററൻ DYSP, ഇതുപോലെയുള്ള കേസുകൾ അന്വേഷിച്ചിട്ടുള്ള ഒരു DYSPക്ക് മാത്രമേ ഈ കേസ് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
അവിടെ കുറേ സീനിയർ IPS ഉദ്യോഗസ്ഥർ അവിടെ വന്ന് അവിടെ ചർച്ച ഇവിടെ ചർച്ച, കേസ് അന്വേഷണം മുന്നോട്ട് പോകില്ല. വെറ്ററനായ ഇതുപോലെ അന്വേഷിച്ച ഒരു DYSP അയാളുടെ മനസ്സിൽ ഒരാൾക്ക് മാത്രമേ, സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്, CRPC പറയുന്നുണ്ട്, ഒരാൾക്ക് മാത്രമേ ഒരു കേസ് അന്വേഷിക്കാൻ പാടുള്ളൂ, ലീഡ് ചെയ്യാൻ പറ്റൂ. അയാളുടെ നിഗമനം, അയാളുടെ നിർദ്ദേശം അനുസരിച്ച് അന്വേഷണം പോകണം. അങ്ങനെയാണെങ്കിൽ SP ജോർജ് അല്ല, ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എത്രയും പെട്ടെന്ന് ഈ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടുന്ന് മാറ്റണം. എന്നിട്ട് ഒരു വെറ്ററൻ DYSP അന്വേഷണം ഏറ്റെടുക്കട്ടെ, കേസ് തെളിയും. ഞാൻ സപ്പോസ് ഈ ചർച്ചയിൽ ജോർജ് ജോസഫിനെ ആ ലീഡറായി ഞാൻ അങ്ങ് നിയമിക്കുകയാണ്. ചർച്ചയ്ക്കൊരു സ്വഭാവം വേണമല്ലോ. ഈ അന്വേഷണത്തിൽ ജോർജ് ജോസഫാണ് ലീഡറെങ്കിൽ എൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് താങ്കൾ വിലയിരുത്തും എത്ര പേർ ക്രൈം സീനിൽ ഒക്കറൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നിരിക്കാം. അനുമാനങ്ങളാണ് വേണ്ടത്. അതെ എന്നറിയോ, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, കൊലപാതകത്തിന് വന്നയാളാണോ, റേപ്പിന് ശേഷം കൊലപാതകം ചെയ്തോളാം. കാരണം ഈ അറ്റംപ്റ്റ് ടു റേപ്പ് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ലേറ്റസ്റ്റ്. 38 മുറിവിൽ 3 മുറിവ് മാത്രമേ ഫെയ്റ്റിലുള്ളൂ. ഒരു മുറിവ് കഴുത്തേൽ, അത് കഴുത്തിലെ ഞരമ്പറ്റുപോയി, അത് ജുഗുലാർ വെയിൻ, ഇൻസ്റ്റൻ്റായിട്ട് ഉള്ള ഡെത്താണ്. അതിന് ശേഷമാണോ റേപ്പ് വേറെ? ഇനി ഒരു കാര്യം, അറ്റംപ്റ്റ് ടു റേപ്പ് എന്ന് പറയുമ്പം അതിനകത്ത് ആ റേപ്പ് സമയത്ത് സെമൻ എജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സെമൻ കൂടുതലാവും. അപ്പോൾ അത് പോലീസ് ഇതുവരെ ആ കാര്യത്തെപ്പറ്റി പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അതേപ്പറ്റി പറയുന്നില്ല. വജൈനൽ സ്വാബ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ റേപ്പിനുള്ള അത് ഫോഴ്സ്ഫുള്ളായിട്ടൊരു റേപ്പ് അവിടെ സാധ്യത കുറവ്. ഇനി ഒരു കാര്യം, ഇത് പോലീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഒരു കഴുത്തിന് പിടിച്ച് ഒരു സ്ട്രാങ്കുലേഷൻ്റെ കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്, സ്മോദറിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഈ ഫെയ്റ്റൽ 3 ഇഞ്ചുറി ഇതെല്ലാം കൂടെ ചേർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ, എന്നെപ്പോലൊരു ഉദ്യോഗസ്ഥനാണ്, റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ പിന്നിലെ വാതിൽ തുറന്നു കിടന്നു, മുന്നിലെ വാതിൽ അടച്ചു കിടന്നു, അവിടെ കുറേ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. പിന്നിൽ കൂടെ വന്നാൽ അവിടെ ആ കുട്ടിയുടെ കഴുത്തിൽ കൈയിട്ട് ഇടത് കൈ ചേർത്ത് പിടിച്ചിട്ട് കുട്ടി നിലവിളിക്കുമ്പോൾ വലത് കൈ കൊണ്ട് വായും മൂക്കും പൊത്തിക്കഴിഞ്ഞാൽ സ്മോദറിങ്ങും സ്ട്രാങ്കുലേഷൻ്റെയും സിംറ്റംസ് വരും. 3 അപ്പം തന്നെ അയാളുടെ കൈ കത്തി ഉണ്ടോ ഇല്ലയോ എന്ന് വേറൊരു പ്രശ്നം. അപ്പോൾ എങ്ങനെ മുറിവ് വരുത്തും, 3 ഫെയ്റ്റൽ മുറിവ് വരുത്താൻ പറ്റുമെന്ന് വേറെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ്, ആരും ശ്രദ്ധിക്കാത്ത ഒറ്റ കാര്യമുണ്ട്. ആ പെൺകുട്ടിയുടെ ചുരിദാറിൻ്റെ പുറകിൽ 2 കടി, 2 ബൈറ്റ് മാർക്കുണ്ട്. അത് കൊല്ലുന്നതിന് മുമ്പുള്ളതാണ്, മരണത്തിന് മുമ്പുള്ളതാണ്. അപ്പോൾ അത് വരുമ്പം അന്വേഷണം മാറും, ദിശ തെറ്റിപ്പോവും. ഇനി ഞാൻ പ്രതിയുടെ കാര്യം തന്നെ പറയാം. ആരാണ് പ്രതി എന്ന് പറയാം. ആ അമ്മ ഈ കഴിഞ്ഞ ദിവസം ചാനലിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്നുമായിട്ട്, അവിടെ ആ വീടിൻ്റെ പുറകുവശത്ത് ഒരു ബാത്റൂം ഉണ്ടായിരുന്നു എന്ന്, ചെറിയ ഷെഡ് പോലത്തെ. അവിടെ ഒരാൾ ബീഡി വലിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് 2-3 ദിവസം മുമ്പ്. അയാൾ തന്നെയാണ് കൾപ്രിറ്റ്. അയാൾ തന്നെയാണ്. ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ചോദ്യം, താങ്കൾ ഈ പറഞ്ഞതുപോലെ അമർത്തിപ്പിടിക്കുക, ശ്വാസം മുട്ടിക്കുക, റേപ്പ് അറ്റംപ്റ്റ് നടത്തുക, ഇതെല്ലാം ഒറ്റയാൾക്ക് നടത്താനുള്ള സാധ്യത എത്രമാത്രമാണ്? മറ്റൊരു സാഹചര്യം, അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം, ഒരു സഹായം, അതിന്റെ ആവശ്യകത, ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ അല്ലെങ്കിൽ 2-ലധികം ആൾക്കാരുടെ സാന്നിധ്യത്തിന് ആ സീൻ ഓഫ് ഒക്കറൻസ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? അത് അങ്ങനെ നമുക്ക് ഡൗട്ട് വരും. ആ പാവങ്ങളുടെ പോലീസ് അന്വേഷിക്കണം. കഴുത്തിലെ കുത്തിന് ശേഷം ആ കുട്ടി വീണാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ബോഡിയെ റേപ്പ് ചെയ്യുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. പക്ഷേ ആ കുട്ടിയുടെ ബോട്ടം, ചുരിദാറിൻ്റെ ബോട്ടം ഒരു കാലയിലെ ഊരി, പാൻറ്റീസ് ഒരു കാലയിലെ ഊരി, അത് ഈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധിക്കുമോ? അവിടെയാണ് ഡൗട്ട് വരുന്നത്. അത് പോലീസ് ക്ലാരിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഈ വെർഷൻ മൊത്തം ഡൗട്ടായി അല്ലെങ്കിൽ ദുരൂഹത നിറഞ്ഞ വെർഷൻസ് പോലീസ് അവതരിപ്പിക്കുന്നു. അതെ, അത് പോലീസ് റീകൺസ്ട്രക്ട് ചെയ്തത് ഇതുവരെ ശരിയായിട്ടില്ല. അങ്ങനെ ശരിയായിട്ടില്ല എങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വാക്കുകൾക്കും നിറയുണ്ടാകണം. താങ്കളുടെ അനുമാനത്തിൽ വരുമ്പോൾ ഒരു റീകൺസ്ട്രക്റ്റീവ് സർക്കംസ്റ്റാൻസസ് ആണെങ്കിൽ ഒരാളുണ്ടാകാം, 2 പേരുണ്ടാകാം, 3 പേരുണ്ടാകാം, 2 പേർ, 1 അല്ല 2 എന്നുള്ള അനുമാനം താങ്കൾക്കുണ്ട്. 1 അല്ല 2. അങ്ങനെയാണെങ്കിൽ ജോർജ് ജോസഫ്, ഒരു IG-ക്ക് എങ്ങനെ പരസ്യമായി പറയാൻ കഴിയും ഈ ഇൻസിഡന്റിൽ ഒരാൾ സംശയിക്കുന്നു, ഒരാളാണ് ഇതിലെ പ്രതിക്കെന്ന് സൂചന, അയാളെ പോലീസ് 2 ദിവസത്തിനകം അറസ്റ്റ് ചെയ്യും? ആ IG പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? 2 ദിവസം പറഞ്ഞതിൽ ഇന്ന് 1 ദിവസം പിന്നിട്ടിരിക്കുന്നു.
IG-യുടെ ആ സ്റ്റേറ്റ്മെന്റിനെ ഒരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എങ്ങനെ കാണും? ഞാൻ പറഞ്ഞത് ഈ IG, ADGP അവിടെ വരുന്ന സീനിയർ ഉദ്യോഗസ്ഥന്മാരൊന്നും കൊലക്കേസുകൾ അന്വേഷിച്ച് ടഫായിട്ടുള്ള ക്രിമിനലിനെ ക്വസ്റ്റ്യൻ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല. അത് വെറ്ററൻ ഒരു DYSPക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവർ മാറി നിൽക്ക്, അന്വേഷണം സ്വതന്ത്രമായി കൊണ്ടുപോകാൻ ലീഡ് ചെയ്തു പോകാൻ ഒരു ഉദ്യോഗസ്ഥനെ വെക്ക്. അതായത് നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും ആ ടീമും ഇൻഎഫിഷ്യൻസിക്ക് പേര് കേട്ടവർ എന്ന് താങ്കൾ വിലയിരുത്തുന്നു ഈ സന്ദർഭത്തിൽ? എന്നല്ല ആ DYSP, ആ SI, CA അവരെ സ്വതന്ത്രമായി വിട്ട് ആ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാൽ ചിലപ്പോൾ ഈ കേസ് തെളിയും. പക്ഷേ അവരെ അന്വേഷിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. യെസ്, അത് നിൽക്കുമ്പോൾ താങ്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒറ്റപ്രതി എന്നും 2 ദിവസത്തിനകം അറസ്റ്റ് ചെയ്യുമെന്നുള്ള IG-യുടെ ആ വാക്കുകൾ ശുദ്ധ അസംബന്ധമാണ്. അതെ യെസ്. MC ജോസഫൈൻ ഇവിടെ ആരെയും വിമർശിക്കുന്നില്ല ഈ ചർച്ചയിൽ, രാഷ്ട്രീയവുമല്ല. പക്ഷേ ശമ്പളം പറ്റുന്നവർ പോലീസ് ഉദ്യോഗസ്ഥരും ആ വകുപ്പുമാണെങ്കിൽ ജിഷയുടെയും നമ്മുടെയും എല്ലാം ടാക്സ് പേയേഴ്സ്, നമ്മുടെ ടാക്സ് ഇതിനുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തണം. നമ്മുടെ ഓരോരുത്തരുടെയും ഈ ചർച്ചയിൽ തന്നെ പ്രേക്ഷകർ വിലയിരുത്തും ഓരോരുത്തരുടെയും നിലപാടിനെ. പോലീസിനെയും വിലയിരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ടെങ്കിൽ മുൻ SP ജോർജ് ജോസഫ് പറഞ്ഞത് താങ്കൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ IG-യുടെ ഈ ടീമിന്റെ 7ാം ദിവസത്തെ നിലപാടും താങ്കൾ എങ്ങനെ വിലയിരുത്തും? MC ജോസഫൈൻ. ഈ സംഭവം നടക്കുന്നത് 28-ാം തീയതിയാണ്. 28-ാം തീയതി നടന്ന ഈ സംഭവം യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം ഒരു വലിയ സജീവ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് മെയ് 2-ാം തീയതിയാണ്. മെയ് 2-ാം തീയതി വൈകുന്നേരം, അതായത് സന്ധ്യയ്ക്ക്, ഞങ്ങളൊരു കൂട്ടം സ്ത്രീകൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. MC ജോസഫൈൻ, ഞാനൊന്ന് ഇടപെടുകയാണ് വളരെ ബഹുമാനത്തോടുകൂടി. അത്തരം പ്രൊട്ടസ്റ്റുകളെയോ അത്തരം കാര്യങ്ങളെയോ രാഷ്ട്രീയപരമായും മറ്റും കേരളം അങ്ങോളം ഇങ്ങോളം നടന്ന പ്രൊട്ടസ്റ്റുകൾ ഈ ചർച്ചയിൽ വിഷയമല്ല. താങ്കളുടെ അടുത്ത് ബഹുമാനത്തോടെ ഇടപെടുകയാണ്. എന്റെ ചോദ്യം ക്ലിയർ ആണ്. ജോർജ് ജോസഫ് പറഞ്ഞു IG-യുടെ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ കുറിച്ച് ആ മുൻ SP ജോർജ് ജോസഫിന്റെ ആ പ്രസ്താവനയ്ക്ക് താങ്കൾ ഏതു തരത്തിൽ വിലയിരുത്തൽ നടത്തും? അതാണ് എന്റെ ചോദ്യം. ജോസഫൈൻ, ഞാനതിനെ വിലയിരുത്തുന്നത്, ഞങ്ങളുടെ അഭിപ്രായം പോലീസിൻ്റെ ഭാഗത്ത് തികഞ്ഞ അനാസ്ഥയാണ് ആരംഭം മുതലുള്ളത്. കാരണം 4 ദിവസങ്ങൾക്ക് ശേഷം വലിയൊരു പ്രതിഷേധം വന്നപ്പോഴാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികളെ പിടിക്കുന്നു എന്നുള്ള ഒരു പ്രഹസനം, ഒരു പ്രതിയെ പിടിച്ചുവെന്ന് കേരളീയ സമൂഹത്തോട് പറഞ്ഞു. പക്ഷേ ആ പ്രതി എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തികഞ്ഞ അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്നു? എന്തിനാണ് ഒരു പ്രതിയെ പിടിച്ചുവെന്ന് പറയുകയും ആ പ്രതി ആരാണെന്ന് വ്യക്തമാക്കാതിരിക്കുകയും പ്രതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു സമീപനമാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തികഞ്ഞ അനാസ്ഥയാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീതിയിൽ ഇപ്പോൾ 7ാം ദിവസമായിട്ടും ഈ പ്രശ്നത്തിൽ ഒരു തുമ്പും ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മളിവിടെ കാണേണ്ടത്. പോലീസിന് എന്തുകൊണ്ട്, ഇതിന്റെ പിന്നിൽ ആരുടെ പ്രേരണയാണ്, എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ താങ്കളുടെ നിലപാടും 7ാം ദിവസവും കൃത്യമായൊരു സൂചന നൽകാൻ സംസ്ഥാനത്തിന്റെ പോലീസിന് കഴിയുന്നില്ല. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, നമുക്ക് വളരെ ഫ്രണ്ട്ലി ടോക്കാണ്. വിലയിരുത്തൽ നടത്തുമ്പോൾ ആ വിലയിരുത്തൽ എന്ന പദം ഞാൻ ആദ്യമേ പറയുകയാണ്. താങ്കളുടെ സുന്ദരമായ ചിരി വളരെ ഗൗരവമുള്ള ചർച്ചയുമാണ്. പക്ഷേ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് ഞാൻ പറയും. ഇപ്പോൾ താങ്കൾ നിരസിച്ചാൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഞാൻ വീണ്ടും ബാക്കിയായിട്ട് കുറേ കാര്യങ്ങൾ പറയും, മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ. ജോസഫിനെ ഇടപെടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഉയരുന്നത് കൃത്യമായ നീതി നിർവഹണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, ഇത് തികച്ചും ഒരു അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്. ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം കേരളത്തിലുണ്ടായി. ഡൽഹിയിലെ എനിക്കിവിടെ ഈ ചർച്ചയിൽ ആരുടെ കണ്ണുനീരും ജിഷയ്ക്ക് കൊടുക്കണ്ട. ഈ ചർച്ച പ്രേക്ഷകർ കാണുമ്പോൾ ഒരു ഇരയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ടോ?
നീതി കിട്ടിയിട്ടില്ല എന്ന്, നീതി എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന ജോലിയും സഹോദരിക്ക് കൊടുക്കുന്ന ജോലിയും ഒന്നുമല്ല, സുരക്ഷ. പട്ടാപ്പകൽ ഒരു സ്ത്രീക്ക് മാക്സിമം ഒളിക്കാൻ, സുരക്ഷ തേടാൻ കഴിയുന്നത് അവളുടെ വീടാണ്. ആ വീട്ടിൽ മൃഗീയമായി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിന് തുടർന്നുള്ള ഫോളോ അപ്പ് ഈ 7 ദിവസവും നടന്നിട്ടില്ല എന്ന് ജോർജ് ജോസഫും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ, ജോസഫിനെ താങ്കൾ വിടൂ. ജോസഫിനെ ഞാൻ അഭിപ്രായത്തിന് വേണ്ടി മാത്രമാണ് വിളിച്ചത്. ഈ ജോർജ് ജോസഫിന്റെ നിലപാടുകളോട്, ആ വിമർശനത്തോട് താങ്കൾ പ്രതികരിക്കുന്നുണ്ടോ? ആർക്കും വിമർശിക്കാം, വിമർശനത്തെ നമ്മൾ എതിർക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് ഡൽഹിയിലെ നിർഭയ സംഭവം, അതിനുശേഷം ഏറ്റവും ജാഗ്രതയോടെ നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ മാറ്റം വരുത്തി 2013 കൂടുതൽ ശക്തമായ നടപടികളും പുതിയ നിയമങ്ങൾ അതിൽ എഴുതി ചേർത്തുകൊണ്ട് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയി. സംസ്ഥാന ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ആ രംഗത്ത് നിർഭയ സ്കീം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയി. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായി നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ വിമർശിക്കുന്നത് അത് ഇതൊരു വിലയിരുത്തലായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ പോലീസ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമർത്ഥരായ പോലീസ് സേനയാണ് കേരളത്തിലെ പോലീസ് സേന. ആ പോലീസ് സേനയാണ് നിരവധി ഇത്തരത്തിലുള്ള ക്രൈമുകൾ, എത്രയോ കൊലപാതക കേസുകൾ, ഞാനിവിടെ വിവരിക്കുന്നില്ല, എത്രയോ കൊലപാതക കേസുകൾ അടുത്ത കാലത്ത് നടന്ന പാലായിലെ ഞാൻ അതിലേക്കാണ് വരുന്നത്. നമ്മുടെ പോലീസിനെ നിങ്ങൾ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് എന്തോ വളരെ മുൻധാരണയോട് കൂടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് പരിശോധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് കേരളത്തിലെ എത്രയോ കൊലപാതകങ്ങളിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പാലായിലെ കന്യാസ്ത്രീയുടെ കൊലപാതകമാണെങ്കിലും എത്രയോ കൊലപാതകങ്ങളിൽ വളരെ അത് ഞാൻ പറഞ്ഞത് അത് റൈപ്പ് കേസ് മാത്രമല്ല, ടി.പി. ചന്ദ്രശേഖരന്റെ കേസിലാണെങ്കിലും ഞാൻ പറഞ്ഞത് എല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ്, എല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ്. ഞാൻ പൊളിറ്റിക്കൽ ഞാൻ പറഞ്ഞു വരുന്നത് ടി.പി. ചന്ദ്രശേഖരൻ എന്ന വാക്ക് പെരുമ്പാവൂരുമായി കൂട്ടിച്ചേർക്കുമ്പോൾ സംസ്ഥാന പോലീസ് ഏറ്റവും സുത്യർഹമായ നിലപാടുകളാണ് പോലീസ് സ്വീകരിച്ചതെന്ന് താങ്കളുടെ അഭിപ്രായമാണെങ്കിൽ, ഈ 7-ാം ദിവസം ഒരു പാവപ്പെട്ട പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പ്രതിയെ എന്ന് പറയുന്ന IG സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതോടൊപ്പം പോലീസ് 6-ാം ദിവസം, ശരിയാണോ SP ജോർജ് ജോസഫ്? ഞാൻ താങ്കളിലേക്ക് വരും. കംപ്ലീറ്റ് ചെയ്യും. ഈ എത്രാമത്തെ ദിവസമാണ് രേഖാചിത്രം പുറത്തുവിട്ടത്? 5-ാം ദിവസം, 6-ാം ദിവസം, 5-ാം ദിവസം നാം ചർച്ച നടത്തും. താങ്കളിലേക്കാണ് അംഗീകരിക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് അടക്കം സ്തുത്യർഹമായ സേവനം നടത്തിയ പോലീസ്, താങ്കളുടെ വെർഷനെ ഞാൻ അംഗീകരിക്കുകയാണ്. ഇനി എന്റെ കംപ്ലീഷൻ ആവശ്യമില്ല. ഇനി എനിക്ക് ഡൗട്ടാണുള്ളത്. ഉദാഹരണം കൂടെ പറയാം. പ്രതികളെന്ന് പറഞ്ഞ് പുറത്തുവിട്ട രേഖാചിത്രം ഓടി കണ്ണൂരിൽ പോകുന്നു, ഒരാളെ അങ്ങ് കസ്റ്റഡിയിൽ എടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല. വ്യത്യാസമുണ്ട്. അടുത്ത് പോലീസ് നൽകുന്ന വെർഷൻ എന്താണ്? ഈ രേഖാചിത്രവും ഈ ഞങ്ങൾ പിടിച്ച വ്യക്തിയും തമ്മിൽ വളരെ സിമിലാരിറ്റിയാണ്. രേഖാചിത്രം തയ്യാറാക്കിയത് എങ്ങനെ? അയൽപക്കക്കാരുടെ മൊഴിയിൽ നിന്ന്. പക്ഷേ അവിടെയാണ് ക്രൂഷ്യൽ പോയിന്റ്. ഒക്കറൻസ് സീനിൽ ഫിംഗർ പ്രിന്റ് കിട്ടി, ഈ പ്രതിയുടെ ഫിംഗർ പ്രിന്റുമായി ചേർത്ത് വെച്ചു. ഇത് തെളിയിക്കാൻ പോലീസിന്റെ കയ്യിൽ ഒന്നുമില്ല. 7 ദിവസമായിട്ടും ഇതാണോ എഫിഷ്യൻസി? ടി. പാർവതി പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കും. എന്നാ താങ്കൾ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ അതിലെ പൊളിറ്റിക്കൽ ആംഗിൾ അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എല്ലാ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഏറ്റവും വിവാദമായ വലിയ കൊലപാതക കേസുകൾ അടക്കം, ക്രൂഷ്യലായ സംഭവങ്ങൾ അടക്കം അന്വേഷിച്ച് കണ്ടെത്തിയ കേരളത്തിലെ പോലീസ് സേനയെ, അങ്ങനെ ആ കേരളത്തിലെ പോലീസ് സേനയെ അവരുടെ ആത്മവീര്യം കെടുത്തുന്ന വിധത്തിൽ വളരെയേറെ ഒരു ദുഷ്ടലാക്കോടെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. ഞാൻ അതാണ് പറഞ്ഞത്. ഇവിടെ തന്നെ ഈ വിഷയത്തിൽ ജിഷയുടെ ആരോപണം ഉണ്ടായതിന്, ഈ ഒരു വിഷയം ഉണ്ടായതിന് ആ സംഭവ ദിവസം തന്നെ
അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെത്തി, ഇല്ല. അതിന്റെ അന്വേഷണം ഇല്ല. ആരംഭിച്ചു. ആരെത്തി? ആ അന്വേഷണം ഞാൻ പറയാം, കണക്കുകൾ ഞാൻ പറയാം. പ്രതികളെ ആരെത്തി? കണ്ടെത്തുന്ന ഒരു എത്രാമത്തെ ഘട്ടത്തിലേക്ക് ദിവസം എത്തി? കിടക്കുകയാണ്. ഞാൻ പറയാം പ്രതികളെ- സജീവ് ജോസഫ്, ചർച്ച സുതാര്യമാകണം, സത്യസന്ധവുമാകണം. ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തത് 3/5 കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടക്കുന്നത്. 3/5/2016. ജോർജ് ജോസഫ് എത്രാമത്തെ ദിവസം? വ്യാഴം കഴിഞ്ഞാൽ ഇന്നലെയാണ് പോലീസ് ആ വീട്ടിൽ, ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, അല്ലാതെ അവിടുത്തെ ലോക്കൽ കോൺസ്റ്റബിൾ പോയി ഒരു കൊലപാതകം നടന്നു, ഞാൻ അവിടെ പോയി അന്വേഷിച്ചിട്ട് വരാം, ഏത് ലോക്കലിനെയും ഒരു SI ചുമതലപ്പെടുത്തും, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, പോയിട്ടുണ്ടാകാം. എന്റെ ചോദ്യം, ആ ക്രൈം സീൻ റെക്കോർഡ് ചെയ്യാൻ ആ ക്രൈം സീനിൽ എപ്പോൾ പോയി? ഫോറൻസിക് എക്സ്പെർട്സ് എവിഡൻസ് കളക്ട് ചെയ്യാൻ, ജോർജ് ജോസഫ്, ഇതിന് പ്രാധാന്യമുണ്ടോ? ഫോറൻസിക് എക്സ്പെർട്സുകൾ ക്രൈം സീനിൽ പോകേണ്ടതില്ലേ? ആ മർഡർ നടന്ന ഏറ്റവും ആദ്യ മിനിറ്റിൽ അവിടെ പോയി സീൻ മഹസർ തയ്യാറാക്കണ്ടേ? അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, ഞാൻ അഡ്വക്കേറ്റ് എന്ന് വിളിക്കുകയാണ്. എന്നിട്ടും താങ്കൾ പറയുന്നു എഫിഷ്യൻസി. അത് മാത്രമല്ലേ താങ്കൾക്ക് പറയാനുള്ളൂ? അഡിഷൻ ചെയ്യാനുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട്? എന്നാൽ സമയം തരും. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ വിരലടയാളം ഉൾപ്പെടെയുള്ള ഏറ്റവും അധികാരമായിട്ടുള്ള രേഖകൾ, തെളിവുകൾ ശേഖരിക്കുന്നതിന് പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. ആ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ അതിൽ എന്തെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അന്വേഷണത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച പോലീസിന് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാമല്ലോ. അത് തിരുത്താൻ പോലീസ് തയ്യാറാണല്ലോ. ഒരു സംശയം അതിനകത്തില്ല. ഇതുവരെയുള്ള ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ പോലീസിന് എന്തോ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നും. ആ രൂപത്തിൽ എന്തോ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റോട് കൂടിയാണ് അങ്ങനെ. പിന്നെ എന്താണ് അങ്ങനെ പോലീസ്? എം സി ജോസഫൈൻ എന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ അടുത്ത് നിങ്ങളുടെ പ്രൊട്ടസ്റ്റ് ഇവിടെ പറയണ്ട എന്ന് ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞുവെങ്കിൽ ഇതിനകത്ത് ഒരു ലക്ഷ്യവുമില്ല, വിലയിരുത്തലാണ്. 7ാം ദിവസവും ഒരു ബ്രൂട്ടൽ മർഡർ അന്വേഷിച്ച ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ കുറിച്ചുള്ള വിലയിരുത്തൽ. നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഓക്കെ. പോലീസിനെ അനാവശ്യമായി വിമർശനമല്ല, ഞാൻ കൃത്യമായി പറയുന്നുള്ളൂ. ഇവിടെ ഒരു രാഷ്ട്രീയവുമല്ല. വ്യാഴാഴ്ച നടന്ന സന്ദർഭത്തിൽ 3/5/2016 അതുവരെ ക്രൈം സീനിൽ എന്തുകൊണ്ടൊരു ഫോറൻസിക് എക്സ്പെർട്ട് പോയില്ല? എന്തുകൊണ്ടൊരു മുതിർന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പോയില്ല? അപ്പോഴും താങ്കൾ പറയുന്നു ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. ദിവസം പറയുന്നു, സന്ദർഭങ്ങൾ പറയുന്നു. താങ്കളുടെ ന്യായീകരിക്കേണ്ട ബാധ്യതയെ ഞാൻ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് സജീവ് ജോസഫ്, എനിക്ക് ഒരിക്കലും ന്യായീകരിക്കേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആരുഷി തൽവാർ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് അവിടെ ആ മഹസർ തയ്യാറാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വന്നു എന്നുള്ളത് റെക്കോർഡിങ്ങിലാണ്. അവരുടെ അച്ഛനും അമ്മയും ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോഴും അത് പ്രൂവ്ഡ് അല്ല. അതിനകത്ത് പലർക്കും അറിയാം അത് ആരാണ് യഥാർത്ഥ കുറ്റക്കാർ എന്ന്. നോയിഡ പോലീസിന് അന്ന് അവിടെ മിനിസ്റ്ററുടെ സന്ദർശനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് വൈൻഡ് ചെയ്ത് പോകണമായിരുന്നു. അവരെന്തോ നോക്കിപ്പോയി, തെളിവുകളെല്ലാം നശിച്ചുപോയി. അതുകൊണ്ട് ഇന്നും ഇന്നസെൻ്റ് ആണെന്ന് അറിയാമെന്നിട്ടും അവരുടെ അച്ഛനും അമ്മയും ജയിലിൽ കിടക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥ പ്രതിയെയും അവിടെ ഉള്ളവർക്കറിയാം, പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. എനിക്കിതിനോട് കുറച്ച് സാമ്യം ഈ വിഷയത്തിനോട് തോന്നിയിരുന്നു. കാരണം ഇതിനകത്ത് നമുക്കറിയാം ഒരു പോലീസ് സ്റ്റേഷനിലെ തിരക്കുകൾ, അവിടെ 100,000 കാര്യങ്ങൾ, ഇലക്ഷൻ പരിപാടി, നമുക്ക് മന്ത്രിമാർ പോകുമ്പോൾ സല്യൂട്ട് അടിക്കുന്നത് തൊട്ട് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യണം. ശരി, അതിൻ്റെ അന്നത്തെ ദിവസം തിരക്ക് എന്തായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ആ ദിവസം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണെന്ന് സംഭവിച്ചത്? ഇൻക്വസ്റ്റ് ചെയ്യാൻ അന്ന് വൈകുന്നേരം, ശരിയാണ്, വൈകുന്നേരത്തിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കാറില്ല. ഇൻക്വസ്റ്റ് അവിടെ ബോഡി ഇട്ടിട്ട് അവർ പോയി നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ബോഡി എടുത്ത് അവർ ആലപ്പുഴയ്ക്ക് അയക്കുന്നു. അതിനകത്ത് ക്രൈം സീൻ എത്രത്തോളം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് മാധ്യമങ്ങൾ അറിഞ്ഞ രീതിയാണ് ഇന്നത്തെ ഏറ്റവും തമാശയുള്ളത്. അത് കണ്ടുകൊണ്ടിരുന്ന ഒരു പോലീസുകാരൻ വീട്ടിൽ ചെന്ന് അതിൻ്റെ ദാരുണത വർണ്ണിച്ചപ്പോൾ അതിൻ്റെ മകള് കേട്ടിട്ട് അടുത്ത വീട്ടുകാരോട് പറഞ്ഞ് അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു വിഷയം പുറത്തറിയുന്നത്. ഇത്രയും ബ്രൂട്ടലായ ഒരു മർഡർ വരികയാണെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? സാധാരണ ആർക്കും ഒരു സംശയം തോന്നും. പിന്നെ അവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങൾ, ഒന്ന് നായ വന്നെന്ന് പറയുന്നു, അതിൻ്റെ എന്താണ് നായ ചെയ്തത്, അല്ലെങ്കിൽ അവരവിടെ മഹസറിൽ എന്തെല്ലാം കിട്ടി, ആരുടെങ്കിലും ഈ പറയുന്നത് പോലെ ഫിംഗർ പ്രിൻ്റ് എത്രത്തോളം ഗൗരവമായിട്ടാണ് എടുത്തത്, ഇതൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല. തിടുക്കത്തിലുള്ള നടന്ന ഈ ഒരു ആരെയും അറിയിക്കുന്നതിന് മുമ്പ് നടന്ന പോസ്റ്റ്മോർട്ടം, അതിനുശേഷം വീട്ടുകാരുടെയും കൂടെ അനുവാദത്തോടെ, എന്ന് വെച്ചാൽ അവരോട് ഇനി കുഴിച്ചിടാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ക്രിമേറ്റ് ചെയ്യുമ്പോൾ എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആരുഷി തൽവാർ കേസുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്വാഭാവികമായും ഒരു നമ്മളുടെ കൂടെയുള്ള ഒരു പെൺകുട്ടി, അത് ഒരു തീർച്ചയായിട്ടും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അതൊരു ദളിത് പെൺകുട്ടി, ആരും ഇല്ല, അതായത് ഒരു തള്ള, എന്തോ ജോലിയില്ല, അവർക്ക് പണിയൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ കണ്ടോ എന്ന് നമുക്ക് ആർക്കും സംശയം തോന്നും. ആ സംശയം കൂടുതലായി വരികയാണ് തോന്നുന്നു. ഡോക്ടർ ജയപ്രകാശ്,
താങ്കൾക്ക് സംശയമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ചോദിക്കാൻ കാര്യം. താങ്കൾ സൈക്യാട്രിക് ചൈൽഡ് സൈക്യാട്രിസ്റ്റ്, അഡീഷണൽ പ്രൊഫസർ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കൂടെയാണ്. സജീവ് ജോസഫ് പറയുന്ന സുതാര്യത താങ്കളെയും ബാധിച്ചിട്ടുണ്ടോ? അതോ എന്റെ ചോദ്യമാണ്. പോലീസിന്റെ അന്വേഷണം ഇതുവരെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് താങ്കൾ ഏറ്റവും സംതൃപ്തനാണ്? ഇല്ല, ഇവിടെ ഈ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ കുറിച്ചിട്ട് പറഞ്ഞ് സംതൃപ്തനാണോ എന്ന് പറയാൻ സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ പരിമിതി ഉണ്ടെങ്കിലും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. പക്ഷേ നമ്മളൊരു സാമൂഹികമായ മനുഷ്യൻ സമൂഹത്തിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പം നേരത്തെ സാർ പറഞ്ഞതിൽ എനിക്കൊരു സംശയമുള്ളത്, ഈ റേപ്പ് മർഡറാണോ മർഡർ റേപ്പാണോ മോട്ടിവേഷൻ? യഥാർത്ഥത്തിൽ എനിക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റേപ്പ് മർഡർ തന്നെ ആയിരിക്കണം മോട്ടിവേഷൻ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ കൊല്ലാൻ വരുന്ന ഒരാൾ ഈ കുട്ടിയുടെ ചുരിദാർ ഊരുകയോ പാൻറ്റീസ് ഊരുകയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴും താങ്കൾ ക്രിമിനോളജിയിൽ നല്ല പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അതെ, താങ്കൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. അതെ, അതായത് ക്രിമിനൽ സയൻസിൽ താങ്കൾ പഠനം നടത്തുകയും താങ്കൾക്ക് ഡോക്ടറേറ്റും ഉണ്ട്. അതെ. അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള ഈ ക്രൈം ഓഫ് സീൻ യഥാർത്ഥത്തിൽ ഇതിനകത്ത് കൺസേൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ IG ഇങ്ങനെ പറയും. എനിക്കൊരു ആ ചോദ്യത്തോട് വളരെ കൗതുകമുള്ളതാണ്. നമ്മുടെ എഡിറ്റോറിയൽ ചർച്ചയിൽ തന്നെ രൂപപ്പെട്ട ഒരു ആശയമാണ് ഇക്കാര്യം. വളരെ സൗഹാർദ്ദമായ ഒരു ചർച്ചയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാളാണ് സൂചന എന്നൊക്കെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആൾ എങ്ങനെ പറയും? അതിന് താങ്കൾ സാധൂകരിക്കുമോ? ഇതിനകത്ത് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. തോന്നുന്ന ഒരു കാര്യം ഇതിൽ റേപ്പ് മർഡറായി തന്നെ ആയിരിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾക്ക് ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങളിൽ ഒരു പ്രശ്നം, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി കീപ്പ് ചെയ്യണമായിരുന്നു. അതിൻ്റെ എക്സാമിനേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട്. രണ്ടാമത്തെ കാര്യം എനിക്ക് മനസ്സിലാകാത്തത്, ഈ മീഡിയകളിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ടത് ഈ അയൽപക്കക്കാരുമായിട്ടൊരു വഴക്കിനെ സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ വെളിയിൽ വന്നിട്ടില്ല. പിന്നെ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇവരുടെ സാധാരണ ഓലയൊക്കെ കെട്ടിയ മറ പോലെയുള്ളിടത്ത് വന്നിരുന്നു എന്ന് പറയുന്നു. അതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം എവിടെ വരെ പോയി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതായത് ചില ദുരൂഹതകളെങ്കിലും ഇതുവരെയുള്ള വായനയിലും ഈ അരമണിക്കൂർ ചർച്ചയിലും താങ്കൾക്ക് തോന്നുന്നു. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുള്ളത്, ഇത്തരത്തിലുള്ള പ്രമാദമായ കേസുകളിൽ സാധാരണഗതിയിൽ പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് വരുമ്പോൾ അവർ ഈ പ്രത്യേകമായിട്ടുള്ള RDOയുടെയൊക്കെ സാന്നിധ്യമൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് അത് പോലീസാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇത് മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻസ് അല്ല ഇത് ഉറപ്പുവരുത്തുന്നത്, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തപ്പെടുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മുൻകൂട്ടിയുള്ള കാൽക്കുലേഷൻസ്. അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, ഞാൻ എപ്പോഴും താങ്കളെ ഉണ്ടല്ലോ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എന്ന് പറയും. എനിക്ക് ഈ നിയമം പഠിച്ചവരെയും ആ നിയമത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരും എല്ലാവരെയും വളരെ ബഹുമാനത്തോടെ നിൽക്കുന്നതുകൊണ്ടാണ് താങ്കളെ ഞാൻ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എന്ന് പറയുന്നത്. പക്ഷേ താങ്കൾ KPCC ജനറൽ സെക്രട്ടറിയുമാണ് അല്ലേ? ഈ സംശയങ്ങൾ താങ്കളുടെ മുന്നിൽ, താങ്കളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെങ്കിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സംശയങ്ങളായി നിൽക്കട്ടെ. സാധാരണക്കാരൻ്റെ ദുരൂഹത എന്താണെന്നറിയാമോ? പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തിയില്ല. തെറ്റുണ്ടെങ്കിൽ താങ്കൾ തിരുത്തണം കേട്ടോ. ചർച്ച കാണുന്നവർ വളരെ ആപ്റ്റ് ആയിരിക്കണം. ഒരു കള്ളവും ഈ ചർച്ചയിൽ പാടില്ല. വീഡിയോയിൽ പകർത്താറില്ല, പ്രൊവൈഡഡ് പോലീസ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പകർത്താറുള്ളൂ. ഒരു ബ്രൂട്ടൽ മർഡർ ആണെങ്കിൽ അതിന് ചില സ്പെഷ്യൽ കൺസിഡറേഷൻസ് വേണം. ജോർജ് ജോസഫ്, ഈ കേസിൽ വേണം. അത് വരുന്നത് ഇത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഇത് പോലീസ് സർജൻസ് അല്ല ഇത് ഏർപ്പെടുത്തുന്നത്. അതായത് ഒരു പോലീസിന്റെ പകൽ കൊല ചെയ്യപ്പെട്ട് വീട്ടിൽ കിടക്കുമ്പോൾ പോലീസ് റിക്വസ്റ്റ് കൊടുക്കേണ്ടതല്ലേ? എന്റെ ഡൗട്ടാണ്. പോലീസ് റിക്വസ്റ്റ് എന്തുകൊണ്ട് കൊടുത്തില്ല? പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തിയില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് പോലീസ് സർജന്റെ മേൽനോട്ടം ഉണ്ടായില്ല. മൃതദേഹം വീട്ടിൽ കൊണ്ടുപോകാതെ എന്തിന് ശ്മശാനത്തിൽ മറവ് ചെയ്തു? വീട്ടിൽ കൊണ്ടുപോവുകയോ ശ്മശാനത്തിൽ മറവ് ചെയ്യുകയോ അല്ല ദഹിപ്പിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷേ ജോർജ് ജോസഫ്, ഒരു ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് വളരെ ചുരുക്കി, ഇത്തരം സാഹചര്യങ്ങളിൽ ദുരൂഹത നിലനിൽക്കുകയാണെങ്കിൽ ആ മൃതദേഹം കീപ്പ് ചെയ്യാനുള്ള ബാധ്യത തീർച്ചയായിട്ടും അത് അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കണമായിരുന്നു. അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, ഇതൊക്കെയാണ് ഈ ദുരൂഹതയെങ്കിൽ തുടർന്നുള്ള വഴികളിൽ എവിടെയാണ് ഈ ദുരൂഹതയിൽ ഒരു രാഷ്ട്രീയം? പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം മുതൽ പോലീസിന്റെ, ജോർജ് ജോസഫ്
ജോർജ് ജോസഫ് അല്ല, സജീവ് ജോസഫ്, ഭയങ്കര അഭിമാനമാണ് നമ്മുടെ പോലീസിനെ കുറിച്ച്. രാഷ്ട്രീയം ഇടപെടുന്നുണ്ടോ? APCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, താങ്കളിൽ നിന്നാണ് ചർച്ച എപ്പോഴും അതിൻ്റെ രൂപം പ്രാപിക്കുന്നത്. ഇപ്പോഴും MC ജോസഫൈനിലേക്കാണ് എനിക്ക് പോകേണ്ടതും. താങ്കൾ പറഞ്ഞു പോലീസിനെ വിലയിരുത്താൻ പാടില്ല. ആ വിലയിരുത്തൽ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആവുകയാണെങ്കിൽ പോലീസിൻ്റെ ആത്മവിശ്വാസം തകരും. ഇതുവരെയുള്ള ചർച്ചയിൽ നമുക്കൊരു പോസിറ്റീവും കാണാൻ കഴിഞ്ഞില്ല. അത് പറയുന്നത് ഞാനോ ടി പാർവതിയോ MC ജോസഫൈനൊന്നും അല്ല, രണ്ട് എക്സ്പെർട്ടുകൾ. MC ജോസഫൈൻ ആ തരത്തിൽ വരികയാണെങ്കിൽ ആത്മവീര്യം പോലീസിൻ്റെത് തകരാതിരിക്കാൻ പോലീസ് ചെയ്യുന്നതെല്ലാം അങ്ങ് പിന്താങ്ങുകയാണോ? പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്നപ്പോഴും നാം പറഞ്ഞു ഒരുപാട് വീഴ്ചകൾ, ഒരു നടപടിയും ഉണ്ടായില്ല. ഇന്ന് ഈ പെരുമ്പാവൂർ കൊലപാതകം നടക്കുമ്പോഴും സജീവ് ജോസഫിനെ പോലെയുള്ളവരും ആഭ്യന്തരമന്ത്രിയും പറയുന്നു പോലീസിൻ്റെ ആത്മവീര്യം തകരും. ആത്മവീര്യം സംരക്ഷിച്ച് ഇരകൾക്ക് നീതി ലഭിക്കാതിരിക്കുന്നതാണോ ഇനി പോലീസിന്റെ കടമയും ധർമ്മവും? ജോസഫൈൻ, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. പോലീസിൻ്റെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുന്നു എന്ന് വിമർശിക്കുന്നത് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? ഒരു നിഷ്ഠുരമായ കൊലപാതകത്തിന് ആ നിഷ്ഠുരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവും പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും പ്രതിഷേധം സ്വാഭാവികമാണ്. ആ പ്രതിഷേധത്തെ കണ്ടുകൊണ്ട് പോലീസിൻ്റെ ആത്മവീര്യം കെടുത്തുന്നു എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിക്കോ അല്ലെങ്കിൽ സജി ജോർജിനെ പോലുള്ളവർക്കോ അഭികാമ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുസമൂഹം ഇത്തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. കാരണം ഇത്രയും നിഷ്ഠുരമായിട്ടുള്ളൊരു സംഭവമാണ് പെരുമ്പാവൂരിൽ നടന്നത്. ആ സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും വിമർശനം ഉയർന്നു വരും, പ്രതിഷേധം ഉണ്ടാകും. ഇത്തരം പ്രതിഷേധങ്ങളോ വിമർശനങ്ങളോ കണ്ടിട്ട് പോലീസിനെ നിർവീര്യമാക്കുകയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിനോട് യോജിക്കാൻ കഴിയുക? യെസ്, ആ ചോദ്യമാണ് ടി പാർവതിയിലേക്ക്. സംശയങ്ങളുണ്ടെങ്കിൽ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ചോദ്യം ഉത്തരം എന്നുള്ളതല്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഏറ്റവും പ്രധാനമായിട്ട് വീണ്ടും അടിവരെ എടുത്ത് പറയേണ്ടത് ഇത് പോലീസ് ഗൗരവമായിട്ട് എടുത്തില്ല. ഏതോ ഒരു പെണ്ണ് അത് മരിച്ചുപോയി, അവരെന്താണ് ചെയ്തത്? ജോർജ് ജോസഫ് സാറിനോട് കൂടെ ചോദിക്കാം. ഒരു കേസ് വന്നപ്പോൾ അയൽപക്കക്കാരോട് ചോദ്യം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് അവരാരും സഹകരിച്ചില്ല. അപ്പോൾ എന്താണ് ചെയ്തത്? മൊബൈലിൽ ആരൊക്കെ ഫോൺ ചെയ്തു എന്ന് നോക്കാനാണ് പോലീസ് വ്യഗ്രത കാണിച്ചത്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ, അതും പ്രത്യേകിച്ച് പാവപ്പെട്ടതാണെങ്കിൽ, എന്തെങ്കിലും ഒരു റേപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം വിചാരിക്കുന്നത് ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു, ഇവളുടെ കൂടെ ഇവൾ ആരെങ്കിലും വിളിച്ചു വരുത്തിയതാണോ എന്ന ട്രാക്കാണ് പോലീസ് അന്വേഷിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇന്നും നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നതിന് ശേഷം സ്ത്രീകൾ ഒരു കംപ്ലൈൻറ്റുമായിട്ട് പോയാൽ അവളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് പോലീസ് ശ്രമിക്കാറ്. കാരണം അവൾക്ക് എത്രമാത്രം ഇതിനകത്ത് ബന്ധമുണ്ട്, അവൾ വിളിച്ചു വരുത്തിയതാണോ, അവൾ പ്രേമിച്ചിട്ടാണോ, അല്ലെ ആണുങ്ങൾക്ക് ദുർനടപ്പുണ്ടോ, അവളുടെ വിധാനം എന്തായിരുന്നു, അവൾ ഇട്ടിരുന്നത് എന്താണ്, അവൾ പുറത്തിറങ്ങി, ഇതെല്ലാം ജീൻസ്, ലെഗിങ്സ് തുടങ്ങിയ ചോദ്യതാണ്. ഇതിപ്പോ ചുരിദാർ അംഗീകരിക്കപ്പെട്ട വേഷമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്. വീടിനുള്ളിലായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ കാര്യങ്ങൾ ഇവിടെ പറയാത്തത്. അപ്പൊ ആ പോലീസുകാരൻ എന്നിട്ടും ചെയ്തത് ആ മൊബൈൽ ട്രേസ് ചെയ്യാനാണ്. അയൽപക്കക്കാരോട് ചോദിക്കാൻ അവർ സഹകരിച്ചില്ല എന്ന് പോലീസ് പറയുന്നത് ന്യായമോ അന്യായമോ സർ? അല്ല, അവരുടെ ഈ വീടിന്റെ പ്രത്യേക സാഹചര്യം ചുറ്റുവട്ടത്തുള്ളവരാരും എല്ലാവരും നിരന്തരം ഒരു വഴക്കുണ്ടാക്കുന്നു. അതൊക്കെ എത്ര വഴക്കുണ്ടാക്കിയാലും ക്രിമിനലായാലും ആരായിക്കോട്ടെ, ഇതുപോലൊരു സംഭവം ഉണ്ടായി അത് പോലീസിന്റെ കടമയല്ലേ അവരെ കണ്ടുപിടിക്കാൻ. അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സാറിനെ പോലെ ഒരു പോലീസ് ഓഫീസർ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പോലീസ് വിചാരിച്ച സഹകരിക്കില്ലേ സാർ? പോലീസ് വിചാരിച്ച സഹകരിക്കും. പക്ഷേ ഈ കേസിന്റെ സ്വഭാവം ഇത്രയും പൈശാചികമായ ക്രൂരമായ ഒരു മർഡറാണെന്ന് പോലീസ് ആദ്യം അത്ര വില കൊടുത്തില്ല. അതാണ് അവിടെയാണ് പറ്റിപ്പോയത്. അത് പ്രത്യേകിച്ച് ആ കുട്ടി ഒരു ദളിത് യുവതിയായതുകൊണ്ട് പണമില്ലാത്തത് കൊണ്ടുമാണ്. മാത്രമല്ല പാർവതി പരാതി നിലനിൽക്കുന്നു, ജീവിത ഭീഷണി ഉണ്ടെന്ന് 3 മാസം മുമ്പ് പരാതി കൊടുത്തു. ആ അമ്മയെ ഇടിച്ചിട്ട ആൾക്കാർ എന്നെ കൊല്ലുമെന്ന് ഭീഷണി കൊടുത്തു. പെൻ ക്യാമറയുമായി നടന്ന എത്രമാത്രം ജീവിതത്തിൽ അരക്ഷിതത്വം തോന്നുകയും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തിട്ട് ആർക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുത്തിരുന്നതെന്ന് ഇതുവരെ ഒരു മീഡിയയിൽ ഞാൻ കേട്ടില്ല. ആർക്കെതിരെയാണ് കൊടുത്തിരുന്നത്? ഞാനിവിടെ ഇവിടെ നിങ്ങളെല്ലാം പറഞ്ഞത് അതിൻ്റെ പോസിറ്റീവ് വശം ഞാൻ നിഷേധിക്കുന്നില്ല.
അല്ല പോസിറ്റീവായി ഞാൻ പറഞ്ഞത് നിങ്ങൾ പോസിറ്റീവായി പറഞ്ഞ കാര്യങ്ങൾ അത് നിരാകരിക്കുക എന്നുള്ളതല്ല എൻ്റെ എനിക്ക് അങ്ങനെ ഒരു ദൗത്യവും ഇല്ല, അങ്ങനെ ആരെയും ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ ഈ കുട്ടിയുടെ ഈ സംഭവം ഉണ്ടായി, നേരത്തെ മാഡം തന്നെ ഇവിടെ പറഞ്ഞു, അയൽവാസികൾ പോലും ഈ കേസിൻ്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കാര്യത്തിലൊന്നും സഹകരിച്ചില്ല. ഒരു പക്ഷേ അത് നമ്മുടെ മീഡിയയിലും അല്ലെങ്കിൽ പോലീസിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിലാണെങ്കിലും ജനപ്രതിനിധികളുടെ മുന്നിലും ഇതിൻ്റെ ഒരു ഗൗരവം എത്തിക്കുന്ന രംഗത്ത് അത് ഒരു ഘടകമായിരിക്കാം ഈ നാട്ടുകാരുടെ ഒരു സഹകരണക്കുറവ്. എങ്കിൽ പോലും നേരത്തെ മാഡം പറഞ്ഞതുപോലെ പോലീസിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്, അതിൽ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് സമൂഹത്തിനും ഒരു കടമയും ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഒരിക്കലും അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. അവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ ഈ കുട്ടിയുടെ അമ്മയുടെ വാക്കുകളാണ് ഏറ്റവും വലുത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയുടെ വാക്കുകളാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, അതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് ഏറ്റവും കൃത്യമായി പറയാൻ പറ്റുന്നത് അവരുടെ അമ്മയാണ്. ആ അമ്മ പറഞ്ഞത് ഞങ്ങളുടെ MLA പറഞ്ഞു, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു, നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. അവരെ നിരന്തരമായി വിഷമിപ്പിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ അവിടെ ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്നു. അവരൊന്നും ഇടപെട്ടില്ല, അവരുടെ ആൾക്കാരാണ് ഞങ്ങളെ ഈ വിധത്തിൽ ഈ കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് പോലും പറഞ്ഞു. അതൊന്നും ഞാൻ ഒരിക്കലും അക്യൂസ് ചെയ്യാനല്ല. അവിടുത്തെ ഒരു MLA അഭിഭാഷകനായ താങ്കളോടുള്ള എന്റെ ചോദ്യം, ഒരു പരാതി പോലീസിന് മുന്നിൽ ടി പാർവതി പറയുന്നു 3 മാസം മുമ്പ് 2 സ്ത്രീകൾ തങ്ങളുടെ കുടുംബത്തിന് ജീവനുണ്ടെന്ന് ഭീഷണിയുണ്ട് എന്നൊരു പരാതി കൊടുത്തു. അതിലൊരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെട്ട് 7-ാം ദിവസം നാം ചർച്ച ചെയ്യുന്നു. അതിരൂക്ഷമായ വിമർശനം പോലീസിന് നേരെ നൽകുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാനത്തെ ആ പോലീസ് മേധാവിക്ക്, ആഭ്യന്തരമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് ഇന്ന ദിവസം ഈ പരാതി കിട്ടിയിരുന്നു, ആ പരാതിയിൽ ഇന്ന ആൾക്കാരെയാണ് ചൂണ്ടിക്കാട്ടിയത്, ഇത് ഞങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു, ഇന്ന ഫോർമാലിറ്റീസ് എടുത്തിരുന്നു പറയാനുള്ള ബാധ്യതയില്ലേ സജീവ് ജോസഫ്? പറഞ്ഞോ? ഞാൻ പോലീസിൽ പരാതി കൊടുത്തോ എന്നതിനെ സംബന്ധിച്ച് 3 മാസം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പരാതി കൊടുത്തിരുന്നെങ്കിൽ പോലീസ് നടപടി എടുക്കണം. പക്ഷേ ഞാനിവിടെ പറയുന്നത് അങ്ങനെ പരാതി കൊടുത്തിരുന്നെങ്കിൽ പോലീസ് നടപടി എടുക്കേണ്ടതായിരുന്നു. പരാതി കൊടുത്തിരുന്നോ എന്ന് എനിക്കറിയില്ല. പിന്നെ രണ്ടാമത്തെ കേസ് അതേപോലെ തന്നെയാണ് അമ്മ പറയുന്നത്. ഞങ്ങളുടെ MLA അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആളുകളാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സമൂഹത്തിന് ബാധ്യതയില്ലേ? ഒരു ജനപ്രതിനിധി എന്ന ഈ ബാധ്യതയില്ലേ? അയൽക്കാർക്ക് ബാധ്യതയില്ലേ? പക്ഷെ അതെല്ലാം കോർണർ ചെയ്ത് പോലീസിനെ മാത്രം ക്ഷണിച്ചു. പുറത്തു വെച്ച് ഞാൻ താങ്കളെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലോ കൈകാര്യം ചെയ്തു. താങ്കൾ ഈ സ്ഥാപനത്തിന്റെ MD-യോട് പരാതി പറയുക. സ്ഥാപനമാണ് നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ MD പോലീസിനാണ് പരാതി പറയുന്നത്. അന്വേഷിക്കേണ്ടത് പോലീസാണ്, അറസ്റ്റ് ചെയ്യേണ്ടത് പോലീസാണ്, FIR ഇടേണ്ടത് പോലീസാണ്, MLA അല്ല, MP അല്ല. ആ സാമാന്യ ബോധം താങ്കൾക്കുണ്ട്. പക്ഷെ താങ്കൾ ഇവിടെ പറയില്ല. ടി പാർവതി, അല്ല, ഇതിനകത്ത് നമുക്ക് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് MLA-ക്കാണ് വഴി ചൂണ്ടുന്നത്. MLA ആണെങ്കിൽ എന്താ? MLA അല്ല, ഇനി ലോകത്തിന് ഏത് കൊടിവെട്ടിയവരാണെങ്കിലും അതിനെക്കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ പോലും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയുടെ വാക്കുകൾ സജീവ് ജോസഫ്, എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഈ പോലീസിന് ഞാൻ ചോദിച്ചോട്ടെ, താങ്കളുടെ ചോദ്യം തന്നെയാണ്. ഈ പോലീസിന് മുന്നിൽ 3 മാസം മുമ്പ് ഇവർക്കെതിരെ വധഭീഷണിക്ക് ഒരു പരാതിയുണ്ട്. വണ്ടി ഇടിച്ചിട്ടുണ്ട്. പരാതിയിൽ കുറ്റക്കാരെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അന്വേഷിച്ചോ, ചോദ്യം ചെയ്തോ, അവരെ കസ്റ്റഡിയിൽ എടുത്തോ? ആ വിവരം ഇന്നും സമൂഹത്തിന്റെ മുന്നിൽ തന്റെ ഇടത്തോടെ പറയാൻ പ്രതിപക്ഷത്തെ വിടൂ. എന്തുകൊണ്ട് പോലീസ് ഓഫീസർക്ക് കഴിയുന്നില്ല, ആഭ്യന്തരമന്ത്രിക്ക് കഴിയുന്നില്ല, മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? ഒരു സംശയം ഇക്കാര്യത്തിലില്ല. പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു പരാതി കിട്ടി, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള പരാതി കിട്ടി, അതിൽ നടപടി എടുത്തിട്ടെങ്കിൽ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം. അത് ഒരു സംശയമില്ല, അത് എടുക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഒരു കേസ് ഡോക്ടർ ജയപ്രകാശ് ആഡ് ചെയ്യാനുണ്ട്, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹം സമ്മതിച്ചു, അദ്ദേഹം പറയുകയാണ് നടപടി എടുക്കണം, നടപടി എടുക്കേണ്ടത്. അങ്ങനെ വീഴ്ചയുണ്ടെങ്കിൽ നടപടി എടുക്കണം. എന്തുകൊണ്ട് നടപടി എടുത്തില്ല? MC ജോസഫ് ഫൈൻ ഓരോ ചർച്ചയിലും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തന്നെ പറയുന്ന വാക്കുകളാണ്. തെറ്റുണ്ടെങ്കിൽ നടപടി വേണം. നടപടി ഉണ്ടാകാത്തത് എന്ത്? അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? അഭിപ്രായം ഉണ്ടല്ലോ. നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല?
എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? നടപടി തെറ്റ് ചെയ്താൽ നടപടി എടുക്കണമെന്ന് പറയുന്നതല്ലാതെ നടപടി എടുക്കുന്നില്ലല്ലോ. നടപടി എടുക്കേണ്ടത് ആരാണ്? ആ പെൺകുട്ടി 3 മാസത്തിന് മുൻപ് കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അവളുടെ അമ്മയെ ബൈക്ക് ഇടിപ്പിച്ച സന്ദർഭത്തിൽ ആ ബൈക്കുകാരൻ വണ്ടിയായിട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ഈ കുട്ടി തടുക്കുകയും ആ വണ്ടിയുടെ താക്കോൽ ഉരുയെടുക്കുകയും ചെയ്തു. ഈ കേസ് കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. പിന്നീട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി വണ്ടിയുടെ താക്കോൽ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ ആ പരാതി അവിടെ ഇരിക്കുകയാണ്. വണ്ടി ഇടിപ്പിച്ചത് ആരാണ്? അവരുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്തോ? പോലീസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നടപടി എടുക്കണമെന്ന് പറയുന്നവർ എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ നിഷ്ഠുരമായ കൊലപാതകം നടന്നതിന് ശേഷം ഇത്രയും ദിവസവുമായിട്ടും ഈ കേസിനോട് തികഞ്ഞ അനാസ്ഥ കാണിക്കുന്ന, ഈ പ്രശ്നത്തോട് തികഞ്ഞ അനാസ്ഥ കാണിക്കുന്ന പോലീസിൻ്റെ ഈ സമീപനത്തോട് സജി ജോർജിന് എന്താണ് പറയാനുള്ളത്? അതാണ് എൻ്റെ ചോദ്യം. സജി ജോർജിന് എന്താണ് പറയാനുള്ളത്? ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അഡ്വക്കേറ്റ് സജി ജോർജാണ്. ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടേണ്ടതല്ല. ഇത് പൊതുസമൂഹത്തെ ആകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഒരു തെറ്റിനെയും ന്യായീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. അങ്ങനെ ഉത്തരവാദിത്തമില്ല. ഏറ്റവും സുതാര്യമായ ഒരു അന്വേഷണമാണ് നമ്മുടെ ജനം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ നേരിട്ടെന്ന് വന്നു, ഇന്നലെ ആഭ്യന്തരമന്ത്രി വന്നു. അവിടെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ട്രാൻസ്പെറൻ്റായ ഒരു അന്വേഷണം, അതിനുവേണ്ടി ADGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം അവിടെയുണ്ട്. ആ സംഘത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം, അല്ലെങ്കിൽ അതിൽ മാറ്റം വേണമെങ്കിൽ വരുത്താം. ഏതെങ്കിലും, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അതിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസം? ഒരിക്കലും അങ്ങനെ ഏതെങ്കിലും ഒരു മുൻധാരണയോടുകൂടി നീങ്ങേണ്ട ഒരു കാര്യം, ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ പ്രതികരിക്കുന്ന പാർട്ടിയുടെ ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇടതുപക്ഷം പോലും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ പോലും അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല. ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഭരണകക്ഷിയുടെ ആളുകളല്ല, അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട ആളുകളല്ല. അങ്ങനെ ഒരിക്കലും അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കേസ് ഏതെങ്കിലും വിധത്തിൽ തേച്ചു മാച്ച് കളയണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കേണ്ട ഒരു സാഹചര്യം പോലുമില്ല. അതുകൊണ്ട് പക്ഷേ അത് ഞാൻ വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ പരിശോധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഡെലിബറേറ്റായി ഗവൺമെൻറ് ഈ കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയല്ല. കാരണം ഇന്നലകളിലെ നമ്മുടെ ട്രാക്ക് റെക്കോർഡ് പല കേസുകളിലും ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ തീർച്ചയായിട്ടും താങ്കളുടെ നിലപാട് വ്യക്തമാണ്. തെറ്റുണ്ടെങ്കിൽ സജീവ് ജോസഫ്, ഇതല്ലേ ചുരുക്കം, തെറ്റുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. അപ്പോഴും ഉയരുന്ന ചോദ്യം, ഒരു ആദ്യ പരാതി 3 മാസം മുമ്പ് നൽകിയിട്ടും ഇന്ന് വരെ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? ഒരു അതിക്രൂരമായ കൊലപാതകം ഒരു പെൺകുട്ടിയെ നടത്തിയിട്ട് ഈ നിമിഷം വരെ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? അന്വേഷണ ഏജൻസികളെ ഇനി എന്നാണ് പുനരുദ്ധരിക്കുന്നത്? സജീവ് ജോസഫ്, ഒരു സാധാരണ സംശയം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.